ഹരിയാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ബിജെപിയും കോൺഗ്രസും. ഹരിയാനയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെയാണ് അവസാനിക്കുന്നത്. ജൂലാന മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട AAP 11 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ഇതോടെ AAP 40 സീറ്റുകളിലും കോൺഗ്രസ് 49 സീറ്റുകളിലും മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ന് ജമ്മു കശ്മീരിൽ പ്രചാരണത്തിനെത്തും. ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീരിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് BJPയും അറിയിച്ചിട്ടുണ്ട്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, ഗുഡ് മോർണിംഗ്. എന്നാൽ ഹരിയാന ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം BJPയും കോൺഗ്രസും ശക്തമായി തന്നെയാണ്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ? വലിയ തോതിലുള്ള പ്രചരണവുമായി കോൺഗ്രസും BJPയും മുന്നോട്ട് പോവുകയാണ്. രണ്ട് സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ പ്രചരണം ചൂട് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒടുവിലും നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഹരിയാനയിൽ നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. പലയിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിയുണ്ട്. ഇന്നോടുകൂടി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. 49 സ്ഥാനാർത്ഥികളെ ഇനി കോൺഗ്രസ് പ്രഖ്യാപിക്കാനുണ്ട്. നിലവിൽ 41 പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആകെ 90 മണ്ഡലങ്ങളിലാണ് ഹരിയാനയിൽ ആകെ ഉള്ളത്. ഇതിൽ 49 മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്നോ നാളെയോ ആയി പ്രഖ്യാപിക്കും. ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. കാരണം നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമാണ്. ഒപ്പം ഹരിയാനയിൽ AAP കോൺഗ്രസ് സഖ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പലയിടത്തും AAP കോൺഗ്രസിനെതിരെ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. 90 മണ്ഡലങ്ങളിലും AAP തനിച്ചു മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ AAPയുടെ മറ്റു സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചേക്കും. BJPയുടെ 2 സ്ഥാനാർത്ഥികൾ കൂടി പ്രഖ്യാപിക്കാനുണ്ട് 2 മണ്ഡലങ്ങളിൽ കൂടി. ആ പ്രഖ്യാപനവും ഇന്നുണ്ടാകും. ഒപ്പം ആരാണ് പ്രസക്തിയുള്ളത്, ആർക്കാണ് ശക്തിയുള്ളത് ഹരിയാനയിൽ എന്നത് സംബന്ധിച്ച് വാക്പോരും രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിൽ തുടരുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ, ദേശീയ കേന്ദ്ര നേതൃത്വങ്ങൾ പ്രചരണത്തിനായി ഹരിയാനയിലേക്ക് ഉടൻ പോകും. അതിനിടെ തന്നെയാണ് ജമ്മുകാശ്മീരിൽ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രചരണത്തിനായി എത്തുന്നു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, രാഹുൽ ഗാന്ധി എന്നിവരടക്കമുള്ളവരുടെ പ്രചരണങ്ങൾ കശ്മീരിൽ ഉണ്ടായിരുന്നു. വലിയ വാക്പോറിലേക്ക് അത് പോവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ കശ്മീരിലെത്തുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ നരേന്ദ്രമോദി എത്തുമെന്ന് ജമ്മു കശ്മീർ BJP നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ 2 സംസ്ഥാനങ്ങളിലും പ്രചരണം വ്യാപകമാവുകയാണ്, സജീവമാവുകയാണ്. അതിനനുസരിച്ച് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വാക്പോരും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് 2 സംസ്ഥാനങ്ങളും കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രുതി.